വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ട്. ഇന്ന് മാധ്യമങ്ങളിൽ കണ്ടൊരു വാർത്ത, ഇസ്രയേലിൻ്റെ വിമാനങ്ങൾക്ക് വലിയ അപകടം സൃഷ്ടിക്കുന്ന കോടിക്കണക്കിന് പക്ഷികൾ ആകാശ ലോകത്തേക്ക് അള്ളാഹു അയച്ചിരിക്കുന്നു എന്നുള്ളത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇസ്രായേൽ പത്രമാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത്. ഗൾഫ് പത്രങ്ങളിലും ആ വാർത്ത ഉണ്ട്. അതായത് ഈ ഒരു മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പൊതുവേ ലക്ഷക്കണക്കിന് ദേശാടന കിളികൾ സഞ്ചരിക്കുന്ന യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കും ആഫ്രിക്കയിലേക്കൊക്കെ സഞ്ചരിക്കുന്ന ഒരു സമയം, അത് ഈ ഒരു ഇസ്രായേലിൻ്റെ ആകാശത്തൂടെ പോവുക. ഇപ്പോൾ ഇവർ ലെബനാനിലേക്കും അതേപോലെ ഇറാനിലേക്കും ഇവരുടെ ഡ്രോണുകളും അതോടൊപ്പം തന്നെ മിസൈലുകളും വിമാനങ്ങളും അയക്കുന്ന സമയത്ത് ആകാശത്ത് മുഴുവനും മൂടിക്കെട്ടുന്ന രീതിയിൽ കോടിക്കണക്കിന് പക്ഷികൾ. ഈ പക്ഷികൾ വന്നുള്ള പ്രശ്നം, ഈ പക്ഷികളെ വിമാനങ്ങൾ തട്ടിക്കഴിഞ്ഞാൽ വിമാനങ്ങൾ തകരും എന്ന് മാത്രമല്ല, ഇത് റഡാറിലത് കാണുമ്പോൾ ഇത് ശത്രു ഡ്രോണുകൾ വരികയെന്ന് കരുതിയിട്ട് ഇവരിതിനെന്ത് ചെയ്യും, തിരിച്ചാക്രമിക്കും. ആ തിരിച്ചാക്രമിച്ചാൽ വന്ന് വീഴുന്നത് ഇസ്രായേലിൻ്റെ മണ്ണിൽ തന്നെയാണ്. അപ്പോൾ വലിയൊരു പരീക്ഷണമാണ് ഇസ്രായേൽ നേരിടുന്നത്. ഒരു ശത്രുവിൻ്റെ വിമാനങ്ങളോ ആയുധങ്ങളോ അല്ല, നമ്മൾ നിസാരമായിട്ട് കാണുന്ന അബാബീൽ പക്ഷികളെപ്പോലെ ദേശാടന കിളികൾ, കോടിക്കണക്കിന് പക്ഷികൾ ആകാശ ലോകത്ത് നിറയുക. ഈ വിമാനങ്ങൾ പറക്കുന്ന അതേ ഹൈറ്റിൽ തന്നെയാണ് ഈ ദേശാടന കിളികൾ എന്നുള്ളതാണ് ഈ വല്ലാന്ന് പേരുള്ള ഇസ്രായേലി പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഈ വാർത്ത കണ്ടിട്ട്. ഗൾഫ് മാധ്യമങ്ങളിലും ഈ വാർത്ത ഉണ്ട്. അതായത് ഇസ്രായേലിൻ്റെ ആയുധങ്ങൾ വഹിച്ചു പോകുന്ന വിമാനങ്ങളെ തടുക്കുന്നത് പടച്ച റബ്ബാണ്. അത്ഭുതം എന്ന് തന്നെ പറയാം. ഈ ചെറു പക്ഷികളാണ്. എന്തായാലും ഇപ്പോൾ ഇസ്രായേൽ കുടുങ്ങിയത് പല വിമാനങ്ങളും തിരിച്ചിറക്കാൻ അവർക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇറാനിലേക്ക് അവർക്ക് ചെല്ലാൻ പറ്റുന്നില്ല. അള്ളാഹുവിൻ്റെ ചില പരീക്ഷണങ്ങളും ചില അത്ഭുതങ്ങളുമുണ്ട്. നമുക്ക് നിസ്സാരമെന്ന് തോന്നാം. പണ്ട് ഇങ്ങനെ തന്നെയാണ് കഅബ തകർക്കാൻ വരുന്ന ആളുകൾക്ക് മുൻപിൽ ചെറു പക്ഷികളാണ് കല്ലുകൾ എടുത്ത് എറിഞ്ഞിട്ട് ആ ഒരു വലിയ സംഘത്തെ തുരത്തി ഓടിച്ചെന്നുള്ളത് വിശുദ്ധ ഖുർആനിലുണ്ട്. അൽഹംദുലില്ലാഹ് ഇപ്പോൾ കേൾക്കുന്നൊരു വാർത്ത, ഈ ഒരു ഇസ്രായേലിൻ്റെ വിമാനങ്ങളെ, സൈനിക വിമാനങ്ങളെ തകർക്കുന്ന രീതിയിൽ കോടിക്കണക്കിന് പക്ഷികൾ ഇങ്ങനെ ആകാശ ലോകത്തേക്ക് തമ്പടിച്ചിക്കുക. അതിൽ ചില കൊക്കുകൾ, ചില പക്ഷികൾ, ദേശാടന കിളികൾ എല്ലാം ഉണ്ട് എന്നുള്ളതാണ് അവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഇതിങ്ങനെ ഉണ്ടാകും അത്രേ. പക്ഷേ ഇത്ര ഹൈ ആയിട്ട് പറക്കുന്നത് ആദ്യമായിട്ടാണ്. വിമാനങ്ങൾക്ക് പണ്ടേ അത് അവിടെ ഭീഷണിയാണ്. പക്ഷേ യുദ്ധസമയത്തുള്ള ഈ ഭീഷണി ഓരെ വല്ലാതെ തളർത്തുന്നുണ്ട് എന്നുള്ളത്. എന്തായാലും യുദ്ധം പെട്ടെന്ന് അവസാനിക്കട്ടെ പ്രാർത്ഥിക്കണം. യുദ്ധം കൊണ്ട് വലിയ ബുദ്ധിമുട്ട്. അന്ന് എൻ്റെ മോളെ ഹോസ്റ്റലിൽ നിന്ന് അധ്യാപകർ വിളിക്കുകയാണ്, അവിടെ പാചകവാതകമില്ല, ഞങ്ങളെ ക്യാൻറ്റീന് പൂട്ടാൻ പോവാണ്, പൂർണ്ണമായിട്ടും പാചകവാതം കൊണ്ടാണ് ഞങ്ങൾ നടത്തിയിരുന്നത്, കുട്ടികളെ വേഗം തിരിച്ചു കൊണ്ടുപോകണം. പാലയിൽ നിന്നാണ് വിളിക്കുന്നത്. നിങ്ങളുടെ ഏതെങ്കിലും ഹോസ്റ്റലിൽ മക്കൾ ഹോസ്റ്റലിൽ പഠിക്കുന്നുണ്ടെങ്കിൽ, ഈ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. എൻ്റെ ഒരു സുഹൃത്തായ ഹോട്ടൽ നടത്തുന്ന ആൾ വിളിച്ചിട്ട് പറഞ്ഞു, തൃശ്ശൂരുള്ള ആളാണ്. ഇന്നും കൂടി ഭക്ഷണം പാചകം ചെയ്യാനുള്ള പാചകവാതകമേ ഉള്ളൂ ഞങ്ങളുടെ കയ്യിൽ. നാളെ ഞാൻ എങ്ങനെ ഹോട്ടലെ തുറക്കാം? മക്കൾക്ക് പെരുന്നാൾ വരാൻ പോവാണ്, ഒരുപാട് കടത്തിലാണ്. അതിൻ്റെ കട തുറന്നാലും ഇല്ലെങ്കിലും വാടക കൊടുക്കണ്ടേ? വലിയ ബുദ്ധിമുട്ടിലേക്ക് ആ കാര്യങ്ങൾ പോകണം. പലയിടത്തും ഹോട്ടലുകൾ പൂട്ടി. യുദ്ധം എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. വീടുകളിലേക്ക് ആവശ്യമായ പാചകവാതകമില്ല. ചില വീടുകളിൽ പിന്നെ വിറകടുപ്പില്ല. ഞാൻ പറയുന്നു, നിങ്ങൾ കാശ് ചിലവഴിക്കുമ്പോൾ കുറച്ചൊരു കരുതൽ വെച്ചോ. ഇനി വരുന്നതിനേക്കാളും വലിയ ബുദ്ധിമുട്ടാണ്. അതോടൊപ്പം തന്നെ പെരുന്നാൾക്ക് നമ്മൾ അടിച്ച് പൊളിച്ച് കഴിയേണ്ട ഒരല്പം കരുതലുണ്ടെങ്കിൽ നമുക്കിനി നല്ലൊരു പെരുന്നാൾ വേറെ ആഘോഷിക്കാം. ഞാനീ പറയുമ്പോൾ എന്നെ പരിഹസിച്ചിട്ട് കാര്യമില്ല കേട്ടോ. ഞാൻ ഗൗരവമുള്ള കാര്യം ഞാൻ പറയുന്നത്. ഇന്നലെ ഞാൻ പറയുന്ന പാചകവാതകം കിട്ടാനില്ല. അത് കിട്ടുന്ന ഹോട്ടലുകൾ അടച്ചു പൂട്ടാൻ തുടങ്ങി. വീടുകളിൽ പാചകം ചെയ്യുമ്പോൾ ഒരല്പം ഒന്ന് നിയന്ത്രിക്കുക. എങ്ങനെയെങ്കിലും വിറകടുപ്പ് ഉണ്ടെങ്കിൽ അതിനും കൂടി യൂസ് ചെയ്യുക. വിറകൊക്കെ ഒന്ന് കത്തി തീരട്ടെ. നമ്മളെല്ലാത്തിനും ബ്രെഡ് പൊരിക്കാനും എല്ലാത്തിനും ഗ്യാസ് തന്നെ, വെറുതെ ഗ്യാസ് കൊണ്ടേ കളഞ്ഞിട്ട് അത്യാവശ്യ സന്ദർഭങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ ഗ്യാസ് ഇല്ലാത്തൊരു സാഹചര്യം വരും. അതുകൊണ്ടൊന്ന് നിയന്ത്രിച്ചോളൂ. പരമാവധി നമ്മളിപ്പോൾ ഒന്ന് ഒരുങ്ങിക്കഴിഞ്ഞാൽ, നമ്മൾ ഒന്ന് മുറുക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ എന്ത് ചെയ്യാം, ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അതോടൊപ്പം വലിയൊരു സങ്കടപ്പെടുന്നൊരു കാര്യം, ഇറാനിലൊരു 165 സ്കൂൾ കുട്ടികൾ മരണപ്പെട്ടൊരു വാർത്ത കണ്ടല്ലോ. ആ വാർത്തയിൽ അപകടത്തിൽപ്പെട്ട കുട്ടിയുടെ ഉമ്മ പങ്കുവച്ചൊരു കാര്യം അമേരിക്കയിലെ വലിയൊരു ഇൻഫ്ലുവൻസർ പങ്കുവച്ചിരുന്നു. മിഖായിൽ എന്ന പേരുള്ള ഒരു കുട്ടിയെന്ന് സ്കൂളിലേക്ക് പോകുന്നതിൻ്റെ തലേ ദിവസം ആ കുട്ടിക്ക് താൻ നാളെ മരണപ്പെടും, കൊല്ലപ്പെടും, ഷഹീദാകുമെന്ന് അറിയുന്നത് പോലെയാണത്രേ. അന്ന് ആ കുട്ടിക്ക് അവസാനം തലേ ദിവസം ഉമ്മ ഭക്ഷണം വാരി കൊടുക്കുമ്പോൾ ആ കുട്ടി പറയുകയാണത്രേ, ഉമ്മ ഈ ഭക്ഷണത്തിന് സ്വർഗത്തിലെ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റാണെന്നുള്ളത്. ഉമ്മ പറഞ്ഞു, എന്താ മോനെ നീ അങ്ങനെ അവർക്ക് അറിയില്ലല്ലോ നാളെ ആക്രമണം നടക്കുന്നത്. കാരണം അപ്പോൾ യുദ്ധം തുടങ്ങിയിട്ടില്ലല്ലോ. അങ്ങനെ ഇവരിങ്ങനെ അന്ന് കളിക്കുകയാണ് ഈ കുട്ടികൾ. ഞാൻ ഇറാൻ, ഞാൻ അമേരിക്ക, ഞാൻ ഇസ്രായേൽ, അങ്ങനെ തലയാണ കൊണ്ടുള്ള യുദ്ധം. ഈ കുട്ടിക്ക് എവിടുന്നാണ് ഈ കുട്ടിക്ക് അത് കിട്ടിയത്? നാളെ താൻ ഷഹീദാവാൻ പോവാണ്. അന്ന് ഈ കുട്ടി സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് പറഞ്ഞു, ഉമ്മയോട് എൻ്റെ ഒരു ഫോട്ടോ എടുക്കുമെന്ന് പറഞ്ഞു. അത് അവസാനത്തെ ഫോട്ടോ എടുപ്പാണെന്ന് ഉമ്മ അറിഞ്ഞില്ലേ. മീഖായിൽ എന്നാണ് ആ കുട്ടിയുടെ പേര്.
പടച്ച റബ്ബേ, ആ കുട്ടി അടക്കമാണ് അപകടത്തിൽ കൊല്ലപ്പെട്ടത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറത്തേക്കുള്ളൊരു സാഹചര്യ യുദ്ധത്തിൽ കടന്നു പോണത്. പെട്രോളിൻ്റെ ഒക്കെ വില കൂടാൻ പോവുകയാണ്. അതുകൊണ്ട് നല്ല പ്രാർത്ഥനയിലുണ്ടാവുക എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിക്കാൻ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ കുട്ടികളെ ഖുർആൻ മത്സരമുണ്ട്. പരമാവധി നിങ്ങൾ ഈ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം. ഇനി ആരും മത്സരം അയക്കേണ്ടതില്ല, അയച്ചവരുടെയൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് ഈ മത്സരാർത്ഥികളൊന്ന് പരിചയപ്പെടാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അമ്മ യതസാഅലൂൻ അനിൻ നബഇൽ അളീം അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ കല്ലാ സയഅലമൂൻ ثم كلا سيعلمون ألم نجعل الأرض مهادا والجبال أوتادا وخلقناكم أزواجا. بسم الله الرحمن الرحيم. وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما والذين يبيتون لربهم سجدا وقياما والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما يضاعف له العذاب يوم القيامة ويخلد فيه مهانا إلا من تاب وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين كفروا سواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون. ختم الله على قلوبهم وعلى سمعهم وعلى أبصارهم غشاوة ولهم